ഈ സിനിമ അഭിനയം അതൊന്നും അല്ലാണ്ട് വേറെ കുറെ ഇഷ്ടങ്ങളും അല്ലെങ്കിൽ വേറെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഹിസ്റ്ററി ഉണ്ടല്ലോ. അതായത് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തു, ഫോട്ടോഗ്രാഫി അസിസ്റ്റ് ചെയ്യാനായിട്ട് അല്ലേ? ഇഷ്ടമാണ്. അപ്പൊ അത് എങ്ങനെയാണ് ആ ഒരു ഇഷ്ടം വന്നത്? വളരെ കുഞ്ഞിലെ മുതൽ വന്നതാണോ അതോ പെട്ടെന്ന് ഉണ്ടായതാണോ? അല്ല, എനിക്ക് ഇഷ്ടമാണ് ചില മൊമെന്റ്സ് ഒക്കെ നമുക്ക് ക്ലിക്ക് കാണുമ്പോൾ അത് പകർത്തണം എന്നുള്ളൊരു ഫീൽ ഉണ്ടാവില്ലേ? അങ്ങനെ ഒരു ഫീൽ എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണ് അത് അസിസ്റ്റ് ചെയ്യാനായിട്ട് ഷൈൻ ചേട്ടന്റെ കൂടെ പോയത്. ഞാൻ അല്ലാതെ റാഫി മക്കാട്ടൻ സാറിന്റെ കൂടെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഏത് മൂവിയായിരുന്നു? ചൈന ടൗൺ. ചൈന ടൗൺ. മെക്കാട്ടിൻ സാറിന്റെ കൂടെ അല്ലാണ്ട് വേറെ ഏത് മൂവിയായിരുന്നു ചെയ്തത്? ദീപൻ സാറിന്റെ കൂടെ ഹീറോ. ദീപൻ സാറിന്റെ കൂടെ ഹീറോ കംപ്ലീറ്റ് ചെയ്തില്ല ഞാൻ. അതിന്റെ ഇടയിൽ ഞാൻ 22 FK. ഓക്കെ, അതും നല്ലൊരു ക്യാരക്ടർ ആയിരുന്നല്ലേ, എല്ലാവരും നോട്ടീസ് ചെയ്യുന്ന നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു. പിന്നെ വേറെ എന്താണ്, അതായത് ആങ്കറിങ്, മോഡലിംഗ് അങ്ങനെ എന്തെങ്കിലും? എനിക്ക് ഫോട്ടോഷൂട്ട്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫോട്ടോഷൂട്ട്സ് ചെയ്യാൻ അതാണ് നമ്മളിപ്പം കണ്ടോണ്ടിരിക്കുന്നില്ല. ഒരുപാട് നല്ല കിടിലൻ ഫോട്ടോസ് ഓരോ ദിവസം ഇങ്ങനെ വരുന്നുണ്ട്. ചിന്തയുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. പല രീതിയിലുള്ള ഫോട്ടോസ് ഇപ്പൊ അടുത്തിടെ ചെയ്തു അല്ലെ, കുറച്ച് അധികം ഫോട്ടോഷൂട്ട്സ്. എനിക്ക് ഈ പറഞ്ഞോട്ട് അതിന്റെ എല്ലാ പ്രോസസ്സും ഇഷ്ടമാണ്. സ്റ്റൈലിംഗ് തൊട്ട് എല്ലാം ഇല്ല അങ്ങനെ ഇൻവോൾവ് ആയിട്ട് ഒരു മൂഡ് ബോർഡ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഡബിങ്ങിന്റെ ഒരു വിശേഷം ഞാനിങ്ങനെ രഹസ്യമായിട്ട് അറിഞ്ഞു. അതായത് നമ്മുടെ മലയാളത്തിലെ ഒരു ഹിറ്റ് മൂവിയിലെ നായികയ്ക്ക് ശബ്ദം നൽകി. ഞാൻ 2 സിനിമ ചെയ്തു. ഒന്ന് കമ്മട്ടിപ്പാടത്തിൽ ഷോൺ റോമിക്ക് വേണ്ടിയിട്ട് ചെയ്തു. പിന്നെ തൊണ്ടി മുതൽ നിമിഷയ്ക്ക് വേണ്ടിയിട്ട്. സ്വന്തമായിട്ട് ഡബ് ചെയ്യാനാണോ ഈസി, അത് വേറെ ആൾക്ക് വേണ്ടി ചെയ്യാനാണോ? എനിക്ക് ആക്ച്വലി ഡബ് ചെയ്യണതിനേക്കാൾ ഇഷ്ടം സിങ് സൗണ്ടാണ്. ബേസിക്കലി സിങ് സൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് അപ്പൊ നമ്മൾ പറയുന്ന ആ ഒരു ചെറിയ ഉള്ള ഇതൊക്കെ ഭയങ്കര രസമായിട്ട് വരും. അപ്പം ഈ 2 സിനിമകൾ കണ്ടിട്ട് എന്തായിരുന്നു എല്ലാവരുടെയും ഒരു അഭിപ്രായം? എല്ലാവരും ഭയങ്കര അഭിപ്രായങ്ങൾ എന്നോട് ഒത്തിരി പേര്, പ്രത്യേകിച്ച് തൊണ്ടി മുതലിന് എന്നോട് ഒരുപാട് പേര് എന്നോട് എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത്. പക്ഷെ അത് നമ്മള് പോത്തൻ ചേട്ടനും ഞാനും ആക്ച്വലി ഞാൻ നിമിഷയ്ക്ക് പറയുമ്പോൾ നിമിഷയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന എല്ലാ ക്യാരക്ടറിനും ഓപ്പോസിറ്റ് നിന്ന് പോത്തൻ ചേട്ടൻ എന്നോട് പറയും. ആദ്യം ഒരു 2 ദിവസം നമ്മൾ ഓൾമോസ്റ്റ് ഇങ്ങനെ പറഞ്ഞ് ഞാൻ അതിന്റെ ടൈമിങ് ഇതൊക്കെ, പിന്നെ ഓൾമോസ്റ്റ് മിക്ക സീനും നമ്മൾ ബ്ലാങ്കിൽ ചെയ്ത്. അങ്ങനെയാണ് ചെയ്തത് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്കൊരു ബ്രേക്ക് എടുക്കാനുള്ള സമയമാണ്. അതായത് ഗെയിമിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ഇതിന്റെ റെഡ് കാർപ്പറ്റിന്റെ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് ഗെയിം കളിക്കാന്ന് പറഞ്ഞത്. ഒരു സംഗീതമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഗെയിമാണ്. ശ്രമിക്കാം. എന്തായാലും എല്ലാം ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ള, പുതുമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നമുക്ക് ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്യാം. എല്ലാം ട്രൈ ചെയ്യണം. അതായത് വിഷ്വലില് ഒരു പാട്ടിനെ നമ്മൾ ഷഫിൾ ചെയ്തിട്ട് കാണിക്കും. അതിന്റെ വേർഡ്സ് ഒക്കെ ഷഫിൾ ചെയ്തിട്ട് കാണിക്കും. അത് ഏത് പാട്ടാണെന്ന് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് വേണ്ടിട്ട് അതിന്റെ 1 വരി 2 വരി ജസ്റ്റ് പാടണം. പാടാൻ എനിക്ക് പറ്റില്ല, പറയാം. അല്ല അങ്ങനെയല്ല, ചെറുതായിട്ടൊന്ന് മൂളി വിടണം നമ്മുടെ ഒരു സപ്പോർട്ടില്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വരാൻ പോകുന്നത്. ആദ്യത്തെ ഒരു പാട്ട്. എനിക്ക് പാടാനൊന്നും അത്ര ഒരു വരി അങ്ങ് മൂളിക്കോ. മുറ്റത്തെ മുല്ലേ ചൊല്ലി, അതാണോ? ഏത്? മുറ്റത്തെ മുല്ലേ ചൊല്ലി കാലത്തെ നിന്നെ കാണാൻ. ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. തമ്പ്രാനാരോ. അതന്നെ, മായാവി എന്ന സിനിമയിലെ മുറ്റത്തെ മുല്ലേ ചൊല്ലു എന്നുള്ള പാട്ടായിരുന്നു. നമുക്ക് ആ പാട്ടൊന്ന് കാണാം. അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ആൻസർ കണ്ടുപിടിച്ചു. പാട്ട് ഭയങ്കര ഹിറ്റ് അല്ലേ? അതെ, എന്നാലും ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലൂടെയാണല്ലോ നമ്മൾ കൊണ്ടുപോയത്. അതെ, അപ്പൊ ഇനി അടുത്ത 2ാമത്തെ പാട്ട് ഇതാ വരാൻ പോകുന്നു. അതേതാ നോക്കാം. ഇത് പാടം പൂത്തകാലം, അതാണോ? അതൊന്ന് പാടും, എന്നാലല്ലേ അതിന്റെ ബാക്കി. അല്ല, ഇപ്പൊ പാടിയതുപോലെ അങ്ങ് പാടിയാ മതിയാ. പാടം പൂത്തകാലം പാടാനൊന്നും
Yes. കറക്റ്റ് ആണ്. അടിപൊളി. അപ്പൊ അതും കറക്റ്റ് ആണ്. നോക്കാം. അടിപൊളി. ഇത് പാട്ടൊക്കെ എനിക്ക് അറിയാൻ പാടില്ലാന്ന് പറഞ്ഞ മലയാളികൾ എന്നെ കലക്കി. കൊല്ലും. ഇത് നമ്മളെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും മൂന്നാമത്തെ പാട്ട്. ഇത് വളരെ സിമ്പിൾ ആയി പോയിട്ടോ അല്ലേ? റെഡി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിം ആണ് തന്നിരിക്കുന്നത്. കണ്ണാടിക്കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടും തൊട്ട്. ശരി, കണ്ണാടി കൂടി കൂട്ടി ഒന്ന് വായ തുറന്ന് പാട്. ഞാൻ കേട്ടില്ല. എനിക്ക് പാടാൻ അറിയില്ല. അല്ല, ഇപ്പൊ പാടിയത് കണ്ണാടി കൂടും കൂട്ടി എന്നല്ലാണ്ട് കണ്ണാടിക്കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടും തൊട്ട് മൈങ്കിളി വായോ. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ആൻസർ വളരെയധികം കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. നോക്കാം. മൂന്നെണ്ണത്തിനും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, അതും വളരെ പെട്ടെന്ന്. അതാണ് അതിൽ എടുത്ത് അതൊരു പറയുന്നത്. കഴിവാണ്. അതൊരു വലിയൊരു കഴിവാണ്. അപ്പൊ ഇനി ഒരെണ്ണം കൂടി ഉള്ളൂ. ഇനിയുണ്ടോ? ഇനി ഒരെണ്ണം കൂടി ഉള്ളൂ. അതിൽ പക്ഷെ എന്തായാലും ജയിച്ചിരിക്കും എന്നാണ് എന്റെ മനസ്സ് എനിക്ക് പറയുന്നത്. തോന്നല്ല. ഇതിപ്പോ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് മിക്കവാറും എനിക്ക് പറയാൻ പറ്റില്ല. നോക്കാം, നാലാമത്തെ പാട്ട്. വെണ്ണില കൊമ്പിലെ ശിങ്കാരി. വെണ്ണില കൊമ്പിലെ ശിങ്കാരി. വെണ്ണില കൊമ്പില് ചിങ്കാരിയാ. അങ്ങനെ എന്തോ മറ്റേ ഉസ്താദിലെ പാട്ടാണ്. ആ, നീ ഏട്ടന്റെ അതാണോ ആണെന്ന് തോന്നണ, എനിക്കറിയില്ല. ഈ ഏട്ടനും ചിങ്കാരിയും ഒക്കെ കണ്ടപ്പോ അങ്ങനെ വെണ്ണിലേക്ക് കണ്ടപ്പോ അങ്ങനെ തോന്നിയല്ലേ? മൊത്തത്തിലൊരു അതെല്ലാം ഉസ്താദ് തോറ്റ. നോക്കാം. കലക്കി കലക്കി. അപ്പൊ നാലെണ്ണത്തിനും വളരെ ശരിയായിട്ടുള്ള ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. അതും പാട്ടുകളാണ്. നമ്മൾ ഒരുപാട് കുഴപ്പിക്കാൻ നോക്കി, വേറെ പാട്ടൊക്കെ ഇട്ടു. എന്നാലും അടിപൊളിയായിട്ട് ചെയ്തല്ലേ? അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു.